ഹലോ, ഇത് നമ്മളുടെ പെരിന്തൽമണ്ണ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അവസാന പൂരമാണ് കേട്ടോ. 11-ാം പൂരമാണ്. അപ്പം ഞാനും ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും, അച്ഛൻ ഉണ്ടായിരുന്നില്ല, ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എഴുന്നള്ളത്ത് അവിടെ അടുത്ത് തന്നെ ഒരു തലക്ഷേത്രമുണ്ട്, ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അവിടെ പോയിട്ട് തിരിച്ച് അമ്പലത്തിൽ ദേവീൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. മെയിൻ റോഡിൽ വെച്ചിട്ടാണ് നമ്മുടെ വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അന്നേ ദിവസം കംപ്ലീറ്റ് റോഡ് ബ്ലോക്കായിരിക്കും. വണ്ടികളൊന്നും, ആംബുലൻസ് അല്ലാണ്ട് മറ്റു വണ്ടികളൊന്നും വിടില്ല കേട്ടോ. ചേച്ചിയുടെ മോളാണ് ചാരു, ഭയങ്കര ഉറക്കക്ഷീണത്തിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ഡ്രസ് കോഡാണ് കേട്ടോ, പൂരത്തിൻ്റെ കമ്മിറ്റിക്കാരുടെയൊക്കെ. ഡാൻസ് കളിച്ച ആൾ ഭയങ്കര ക്ഷീണമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ചേച്ചിമാരെ കാണിച്ചു തരാം. ഈ നീല ധാവണിത്തിരിക്കുന്ന എൻ്റെ ചെറിയ ചേച്ചിയാണ്. അപ്പുറത്തിരിക്കുന്ന ബ്ലാക്ക് ചുരിദാറിൻ്റെ വലിയ ചേച്ചി, ഇതെൻ്റെ അമ്മ. ബാക്കി കുട്ടൂസുകളാണ് എല്ലാവരും. ഭയങ്കര രസമാണ്. ചേച്ചിക്ക് തെണ്ടി ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ചില സമയത്ത് ഭയങ്കര നാണമാണ്, ദുഷ്ടത്തി. പോട്ടെ, കുഴപ്പമില്ല. അമ്മേനെ കാണുമ്പോൾ വിചാരിക്കും ഇച്ചിരി ഗൗരവമുള്ള ആളാണെന്ന്. പക്ഷേ അമ്മ ഗൗരവമൊന്നുമില്ല കേട്ടോ. അമ്മ പൊതുവെ അങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വരാത്ത ആളായതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ 12-ാം പൂരത്തിൻ്റെ അന്ന് നടന്നൊരു ചവിട്ടുകളിയാണ് കേട്ടോ. അവിടെ നടന്നു പോരുന്ന ഒരു ആചാരമാണ്. 12-ാമത്തെ പൂരത്തിൻ്റെ അന്ന് രാവിലെ മുതലേ ഉണ്ടായിരിക്കും, വൈകുന്നേരം വരെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതേ പ്രസാദോട്ടിന് പോയി. ഞാൻ 11 പൂരം വരെ ഞാൻ വന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭഗവതിൻ്റെ പ്രസാദമാണ്. ഞാൻ ഇന്നേ വരെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ അത്രയും രുചിയുള്ള ഒരു ഭക്ഷണം എവിടുന്നും കഴിച്ചിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിക്കണം ഭക്ഷണത്തിന്, അതിനൊരു പ്രത്യേക രുചിയാണ്. നമുക്ക് ഈ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി കിട്ടില്ല. നമ്മളെ വീട്ടിലിപ്പോൾ എത്ര രുചിയിൽ ഉണ്ടാക്കിയാലും ഇത് കിട്ടില്ല. അത് സ്വർഗ്ഗമാണിത്. നമ്മൾക്കിത് കഴിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമാണ്. എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ സന്തോഷത്തോടു കൂടി കഴിക്കണോണ്ടാന്ന് തോന്നുന്നു. അത്രയും മനസ്സ് നിറഞ്ഞ് കഴിക്കണോണ്ടാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് പിന്നെ പൂരത്തിൻ്റെ 11-ാം പൂരത്തിൻ്റെ അന്നത്തെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. 2026 എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും കണ്ടു തരട്ടെ കേട്ടോ.